ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ കിതാബുൽ ബുയൂഇൽ ബാബു ശുറൂത്ത് അനിൽ ബൈഅ് വമാ നുഹിയ അൻ, അതിൽ ഏതാനും ഹദീസുകളാണ് വിശദീകരിച്ചു വന്നത്. ഇന്ന് അതിൽ ചില ഹദീസുകൾ. ഒന്ന് അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസല്ലേ. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇശ്തറാ തുആമൻ ഫലാ യബിഉഹു ഹത്താ യക്താലഹു റവാഹു മുസ്ലിം. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഇശ്തറാ തുആമൻ, എന്താ മൻ ഇശ്തറാ തുആമൻ, വല്ലവരും ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിയാൽ, ഫലാ യബിഉഹു, ആ ഭക്ഷണ പദാർത്ഥം അവൻ വിൽക്കരുത്, ഹത്താ യക്താലഹു, അതിനെ പൂർണ്ണമായി അളന്നു വാങ്ങുന്നത് വരെ. ഹത്താ യക്താലഹു, ആ ഭക്ഷണ പദാർത്ഥം അവൻ പൂർണ്ണമായി അളന്നു വാങ്ങുന്നത് വരെ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പോൾ ഒരാൾ ഭക്ഷണം വാങ്ങിച്ചു, അത് പിന്നെ പണ്ട് കാലങ്ങളിൽ മദീനയിൽ കയ്യിലാണ്, അളവാണ്, അളന്നാണ് വാങ്ങുക, മക്കാർ തൂക്കിയാണ് വാങ്ങുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ആ പതിവ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ഭക്ഷണ പദാർത്ഥം ഇപ്പോൾ ഒരു മുദ്ദ് ഇങ്ങനെ അളന്നാ വാങ്ങുക. അപ്പോൾ പൂർണ്ണമായി അളന്നു വാങ്ങുന്നത് വരെ എന്ത് ചെയ്യരുത്, വാങ്ങിയത് വിൽക്കരുത് എന്ന്. ഞാനൊരു സാധനം വാങ്ങി, അത് വേറൊരാൾക്ക് വിൽക്കണമെങ്കിൽ എന്ത് വേണം, ഈ വാങ്ങിയതിന് ഞാൻ എന്ത് ചെയ്യണം, പൂർണ്ണമായി അളന്നു വാങ്ങണം എന്നുള്ളതാണ്. എന്നാൽ ഞാൻ പൂർണ്ണമായിട്ട് ഉടമപ്പെടുത്തിയിരിക്കണം എന്നർത്ഥത്തിൽ. ചില റിപ്പോർട്ടുകളിൽ ഹത്താ യസ്തൗഫിയഹു എന്നാണ്. ഹത്താ യസ്തൗഫിയഹു എന്നാണ് എന്താ, പൂർണ്ണമായി കൊള്ളുക, പൂർണ്ണമായി കൊള്ളുക. അപ്പോൾ ഞാൻ പൂർണ്ണമായി കൊണ്ട സാധനം വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, വിൽക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു ഭക്ഷണ പദാർത്ഥം ഒരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അയാൾ വിൽക്കരുത് മറ്റൊരാൾക്ക്. ഏതുവരെ? ഹത്താ യക്താലഹു, പൂർണ്ണമായി അളന്ന് വാങ്ങുന്നത് വരെ. അപ്പോൾ തൻ്റെ ഉടമസ്ഥതയിൽ പൂർണ്ണമായി വന്ന ഒരു സംഗതി എന്താൻ പാടുള്ളൂ, മറ്റൊരാൾക്ക് വിൽക്കാൻ പാടുള്ളൂ. അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അത് പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുള്ളൊരു മസാലയാണ്. ഭക്ഷണ പദാർത്ഥത്തിന് മാത്രമാണ്, അതല്ല മറ്റ് പൊതുവത്താണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഇത് പിന്നെ എല്ലാ വസ്തുക്കൾക്കും അങ്ങനെയാണ്, പൂർണ്ണമായി നമ്മൾ കൊണ്ടൊരു സാധനം എന്ത് ചെയ്യാൻ പാടുള്ളൂ, വേറൊരാൾക്ക് വിൽക്കാൻ പാടുള്ളൂ എന്നുള്ള അഭിപ്രായമാണ്. ഈ ഹദീസിനെ ബേസ് ചെയ്തിട്ട് ഇത് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ കച്ചവടത്തിൻ്റെ ഷർത്താണ് ഞാൻ മിൽക്കാക്കിയത് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, വിൽക്കാൻ പാടുള്ളൂ. പൂർണ്ണമായി എൻ്റെ ഉത്തരവാദിത്തത്തിലുള്ളൊരു സംഗതി എന്ത് ചെയ്യാൻ പാടുള്ളൂ, മറ്റൊരാൾക്ക് ഞാൻ വിൽക്കാൻ പാടുള്ളൂ. അതേത് വസ്തു വിൽക്കുമ്പോഴും അങ്ങനെയാണ്. അടുത്ത ഹദീസ്, വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഅതൈനി ഫീ ബൈഅത്തിൻ, അൻ ബൈഅതൈനി ഫീ ബൈഅത്തിൻ. ഹദീസ് റവാഹു അഹ്മദ് വന്നസായി വസഹഹു അത്തുർമുദി വഇബ്നു ഹിബ്ബാൻ. സഹഹു അത്തുർമുദി വ ഇബ്നു ഹിബ്ബാൻ. വലി അബീ ദാവൂദ് അല്ലേ, എങ്ങനെ? വലി അബീ ദാവൂദ മൻ ബാഅ ബൈഅതൈനി ഫീ ബൈഅ ഫലഹു ഔകസഹുമ അവിർ റിബ, ഫലഹു ഔകസുഹുമ, ഔകസുഹുമ അവിർ റിബ. ഈ ഹദീസ് അതിനർത്ഥം പറയുന്നത് ഒരു വിഷയമുള്ള ഹദീസാണ്. അബൂ ഹുറൈറയിൽ നിവേദനം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു, അൻ ബൈഅതൈനി ഫീ ബൈഅ, അൻ ബൈഅതൈനി ഫീ ബൈഅ എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടത്തിൽ രണ്ട് ഇടപാടുകൾ, ഒരു കച്ചവടത്തിൽ രണ്ട് ഇടപാടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. കൈഫ്, ഒരു കച്ചവടത്തിൽ രണ്ട് ഇടപാടുകൾ, ഏതായാലും അതിൻ്റെ വരാം. ഈ ഹദീസ് റവാഹു അഹ്മദ് വ തുർമുദി, അല്ല അഹ്മദ് വന്നസായി, ഇമാം നസായിയും അഹ്മദാണിത് റിപ്പോർട്ട് ചെയ്തത്. വസഹഹു അത്തുർമുദി വ ഇബ്നു ഹിബ്ബാൻ, ഇമാം ഇബ്നു ഹിബ്ബാനും പിന്നെ തുർമുദിയും ഈ ഹദീസിനെ സഹീഹ് എന്ന് വിധിച്ചു. വലി അബീ ദാവൂദ്, ഈ ഹദീസിൽ അബൂ ദാവൂദിൻ്റെ റിപ്പോർട്ടിലുള്ളത് മൻ ബാഅ ബൈഅതൈനി ഫീ ബൈഅ, എന്താ മൻ ബാഅ ബൈഅതൈനി ഫീ ബൈഅ, ഒരു ഇടപാടിൽ ഒരു കച്ചവടത്തിൽ രണ്ട് ഇടപാട് വല്ലവരും നടത്തിയാൽ ഫലഹു ഔകസുഹുമ, ഫലഹു ആ കൊണ്ടവന്, കച്ചവടം ചെയ്തവനുണ്ടല്ലോ അല്ലെങ്കിൽ വിറ്റവൻ, ഫലഹു അവനുണ്ട് ഔകസുഹുമ, ആ ഇടപാടിൽ ഏറ്റവും കുറഞ്ഞത്. അത് റിബ, അല്ല എങ്കിൽ അത് പലിശയാണ്, അല്ല എങ്കിൽ അത് പലിശയാണ്.
പണ്ഡിതന്മാർക്കിടയിൽ ഏറെ ചർച്ചയുള്ളൊരു വിഷയമാണ് ഈ ബൈഅത്തൈനി ഫി ബൈഅ. എന്താ ബൈഅത്തൈനി ഫി ബൈഅ എന്നാണ്? ഒരു കച്ചവടത്തിൽ രണ്ട് ഇടപാടുകൾ. ഒരു കച്ചവടത്തിൽ രണ്ട് ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരു കച്ചവടത്തിൽ രണ്ട് ഇടപാടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളൊരു സാധനം ഒരാൾക്ക് ഇമാം ഷാഫി പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇതിനെ സൂറത്ത് വിശദീകരിക്കുന്നതിൽ. പണ്ഡിതന്മാരിൽ പലരും അവലംബിച്ചത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് പറഞ്ഞ രൂപമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സാധനം അത് റൊക്കമാണ് എങ്കിൽ അതിനൊരു തുകയും കടമായിട്ടാണ് എങ്കിൽ അതിന് വേറൊരു തുകയും. അതാണ് ഇതിൻ്റെ രൂപം. അതായത് ഇപ്പോൾ ഒരു സംഗതി ഇത് ഇപ്പോൾ റൊക്കമായിട്ടാണ് എങ്കിൽ 10 രൂപ, കടമായിട്ടാണ് എങ്കിൽ ഒരു വർഷത്തിന് ശേഷമാണ് വീട്ടുന്നതെങ്കിൽ അപ്പോൾ 20 റിയാൽ, 20 രൂപ. ഇതാണ് അപ്പോൾ ഇതിൻ്റെ രൂപം. അപ്പോൾ അതാണ് അതിലാണ് ഇഷ്കാരി വരെ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലുള്ള കച്ചവടം അത് പറയാം. അതായത് ഒരാളൊരു സാധനം റൊക്കമായിട്ട് ഒരു തുകയും കടമായിട്ടാണ് എങ്കിൽ മറ്റൊരു തുകയും പറഞ്ഞിട്ടുള്ള ഇടപാട്. അതെന്താണ്? ഒരു ഇടപാടിൽ രണ്ട് തരം അല്ല, ഒരു കച്ചവടത്തിൽ രണ്ട് തരം ഇടപാടാണ്. ഒരേ കച്ചവടം പക്ഷേ അതിൽ രണ്ട് തരം ഇടപാടാണ്. റൊക്കാണ് എങ്കിൽ 100, കടമായിട്ടാണ് എങ്കിൽ 200. ഇതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിൻ്റെ ഉദാഹരണം. ആ ഉദാഹരണത്തിലാണ് പല പണ്ഡിതന്മാരും ആ വിഷയത്തെ പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള കച്ചവട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. എനിക്ക് നമുക്ക് വരാം. ഇനി ഈ രണ്ടാമത്തെ റിപ്പോർട്ട് ഇത് ഇമാം അഹ്മദും നസായി റിപ്പോർട്ട് ചെയ്തതാണ്. അതിനെ സഹിഹാക്കിയിട്ടുണ്ട് ആര്? ഇമാം തുർമുദിയും ഇബ്നു ഹിബ്ബാനും. വലിയ അബൂ ദാവൂദിൻ്റെ നിവേദനത്തിൽ മൻ ബാഅ ബൈഅത്തൈനി ഫീ ബൈഅത്തിൻ, വല്ലവരും ഇങ്ങനെ ഒരു ഇടപാട് കൊണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ കൊണ്ട്? ഇപ്പോൾ റൊക്കമാണ് എങ്കിൽ 100, ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു സാധനത്തിന് വില 200. റൊക്കമായിട്ട് ഇപ്പോൾ തരികയാണെങ്കിൽ കാശ് തരികയാണെങ്കിൽ 100 തന്നാൽ മതി. അതല്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തരികയാണെങ്കിൽ 200 തരണം എന്ന രീതിയിൽ ഒരു ഇടപാട് ഒരാൾ കൊണ്ടിട്ടുണ്ട് എങ്കിൽ അതാണ് മൻ ബാഅ ബൈഅത്തൈനി ഫീ ബൈഅത്തിൻ. ഒരു കച്ചവടത്തിൽ രണ്ട് ഇടപാട് ഒരാൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഫലഹു ഔകസഹുമ, അതിൽ കുറഞ്ഞത് അയാൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? 100 റൊക്കം, 200 ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എങ്കിൽ അയാൾക്ക് എന്തുണ്ട്? 100 അയാൾക്കുണ്ട്. 100 കച്ചവടം ഉറപ്പിക്കാം. 200 എടുക്കുന്നത് എങ്കിൽ റിബ, അതെന്താണ്? പലിശയാണ്. അത് പലിശയാണ്. സൂറത്ത് മനസ്സിലായി, രൂപം മനസ്സിലായ? അപ്പോൾ കുറഞ്ഞത് എടുത്തിട്ട് എന്ത് ചെയ്യാം? കച്ചവടം നടത്താൻ. കൂടുതൽ എടുക്കാൻ പാടില്ലതല്ല. അപ്പോൾ അതെന്തായി മാറും? പലിശയായി മാറും. അതാണ് അബൂ ദാവൂദിൻ്റെ നിവേദനത്തിലുള്ളത്. ഈ ഹദീസ് സഹീഹാണോ അല്ലെന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹദീസ് സഹീഹാണ് പണ്ഡിതന്മാർ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ അബ്ദുല്ലാഹി ബിൻ അയ്യൂബ് എന്ന റാവിയുമായി ബന്ധപ്പെട്ട് ചില സംസാരങ്ങളുള്ളത് കാരണത്താൽ ഈ ഹദീസിനെ ചിലർ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഹദീസ് സഹീഹാണ്. ഹദീസ് സഹീഹാണ്. ഇവിടെ വിഷയം ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലുള്ള കച്ചവടം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തെളിവ് പിടിച്ചത് ഈ ഹദീസാണ്. ഷെയ്ഖ് അൽബാനിയെ പോലുള്ളവർ ആധുനികതയിൽ. അതായത് ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലുള്ള കച്ചവടം എന്താണ്? ഒരു കച്ചവടത്തിൽ രണ്ട് തരം ഇടപാടാണ് അല്ലേ? അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഹദീസിനെ എടുത്തിട്ട് അവർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കച്ചവടത്തിൽ രണ്ട് തരം ഇടപാട് വിരോധിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ എന്താ നടക്കുന്നത്? ഇത് നീ റൊക്കമാണിയെങ്കിൽ ഇത്ര വില, ഗഡുക്കളായിട്ടാണെങ്കിൽ ഇത്ര വില എന്നാണ് കച്ചവടം. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലുള്ള കച്ചവടം നിഷിദ്ധമാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു. പക്ഷേ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, കാരണം ഈ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലുള്ള കച്ചവടം ഇപ്പോഴുണ്ടായതാണ്. മനസ്സിലായത്? ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കച്ചവടത്തിലെ ബിദഅത്താണത് എന്നാണ്. കാരണം എന്താ? പണ്ട് കാലങ്ങളിൽ എന്തില്ല? ഈ കച്ചവടമല്ല. അതുകൊണ്ട് കച്ചവട രംഗത്തൊരു ബിദഅത്താണ് എന്ത്? ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലുള്ള കച്ചവടം, അത് പാടില്ല എന്നുള്ളതും കൂടി അൽബാനി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ അത് ബിദഅത്താന്ന് വിധിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഈ ബിസിനസ്സുകളൊക്കെ അതിനൊക്കെ പല മുഖങ്ങൾ പുതുതായി വരും. നമുക്കത് ശർഈയായിട്ട് എങ്ങനെ അത് ഒക്കുമോ ഇല്ലേ എന്നുള്ളത് നോക്കുകയാണ് വേണ്ടത്. ഷെയ്ഖ് ഇബ്നു ബാസും അതേപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീനും റഹ്മത്തുള്ളാഹി അലൈഹിമ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ശരിക്ക് ഈ ഒരു കച്ചവടത്തിൽ രണ്ട് ഇടപാട് എവിടെ വരുന്നില്ല? തഖ്സീത്തിൽ വരുന്നില്ല. തഖ്സീത്തിൽ ഒരിടപാടേ നടക്കണുള്ളൂ. ഒരിടപാട് പറയുമ്പോൾ ശരിയാണ്. എങ്ങനെ? റൊക്കമാണ് എങ്കിൽ ഇത്ര, ഗഡുക്കളാണ് എങ്കിൽ ഇത്ര. പക്ഷെ ഇത് അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും
കൊള്ളണ വ്യക്തി ഉണ്ടല്ലോ, ഒന്നിൽ ഉറക്കണുണ്ട്. കൊള്ളണ വ്യക്തി എന്താ പറയുന്നത്? ഞാൻ ഗഡുക്കളായിട്ട് എടുത്തോളാം, ഉറച്ച്. അല്ലെങ്കിൽ ഗഡുക്കളായിട്ട് എനിക്ക് വേണമെങ്കിൽ ഞാൻ രൊക്കം തരാം, ഉറച്ച്. പറഞ്ഞാൽ മനസ്സിലാണില്ല. അതായത് ഈ അവതരിപ്പിക്കുന്ന വ്യക്തി കച്ചവടത്തിൽ രണ്ടിടപാട് അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും കൊള്ളുന്നവൻ കച്ചവടം ഉറക്കണത് എങ്ങനെയാണ്? ഈ കച്ചവടം ഉറക്കണത് ഒന്നിലാണ്. കച്ചവടം ഉറക്കണത് ഒന്നുകിൽ റൊക്കമായിട്ട് അല്ലെങ്കിൽ ഗഡുക്കളായിട്ട് അതിൽ ഉറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കച്ചവടത്തിൽ രണ്ടിടപാട് എന്നുള്ളത് അവിടെ വരുന്നില്ല, തഖ്സീത്തിൽ വരുന്നില്ല. മനസ്സിലായി? ഒരു തലനാരിഴ മസലയാണത്. ഫുഖാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ ഇപ്പോൾ ഈ ബൈഉ തഖ്സീത്തിനെ നിരോധിച്ച പണ്ഡിതന്മാർ ഇതുകൊണ്ട് തെളിവെടുത്തപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? ഇതിലുണ്ടല്ലോ ഈ വിരോധത്തിൽ ഒന്നുകിൽ കടമായി റൊക്കമായിട്ട് 100, കടമായിട്ട് 200 എന്ന് പറയുമ്പോണ്ടല്ലോ കച്ചവടം ഉറക്കണില്ല. പിന്നെ ഒന്നുകിൽ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞവനക്ക് 100 ആക്കിയിട്ട് ഇപ്പോൾ റൊക്കാക്കി എടുക്കുക, അല്ലെങ്കിൽ കടമായിട്ട് പിന്നെ എടുക്കാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ കച്ചവടം പോയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് എടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പലിശ വരും എന്ന് പറഞ്ഞത്. പലിശ വരും തന്നെ. ബൈഉ തഖ്സീത്തിൽ അങ്ങനെ വരുന്നില്ല. ഈ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലുണ്ടല്ലോ ഈ വ്യക്തി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും റൊക്കമായിട്ട് 80 റുപ്യ, ഗഡുക്കളായിട്ടാണെങ്കിൽ 100 റുപ്യ എന്ന് പറയുന്നുണ്ടെങ്കിലും ആ സദസ്സിൽ വെച്ച് തന്നെ എന്ത് പിരിയുന്നുണ്ട്? കച്ചവടം ഉറക്കുന്നുണ്ട്. ഏതിൽ? ഒന്നുകിൽ റൊക്കമായിട്ട് ഞാൻ 80 തരാമെന്ന് പറയും, ഉറച്ച്. അല്ലെങ്കിൽ അല്ല ഗഡുക്കളായിട്ട് ഞാൻ 100 തരാമെന്ന് പറഞ്ഞിട്ട് അതിൽ ഉറച്ച്. അപ്പോൾ എന്തേ നടക്കണുള്ളൂ? ഒരു കച്ചവടത്തിൽ ഒരു കച്ചവടമേ നടക്കണുള്ളൂ, ഒരിടപാടേ നടക്കണുള്ളൂ. എന്തില്ല? രണ്ടിടപാടില്ല. പറഞ്ഞാൽ മനസ്സിലാകണ്ടോ? മനസ്സിലായി? അതാണ് ബൈഉ തഖ്സീത്തിൽ. കച്ചവടവുമായി ബന്ധപ്പെട്ട് കുറേ ഇങ്ങനെ വിഷയങ്ങളുണ്ട്. ഇതിലൊക്കെ ഈ ഹദീസ് കൊണ്ട് പ്രാമാണികരായ പണ്ഡിതന്മാരാണ് എന്ത് ചെയ്യുന്നത്? ഗവേഷണം നടത്തിയിട്ട് അഭിപ്രായങ്ങൾ പറയുന്നത്, ഓരോ സൂക്ഷ്മമായ വശങ്ങൾ. ഏതായാലും ഈ ഹദീസിനെ മുഖവിലക്കെടുത്ത് ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ കച്ചവടം നടത്താം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പിന്നെ അവർ പറയുന്നത് 2 ഇടപാട് ഒരു കച്ചവടത്തിൽ അവിടെ വരുന്നില്ല. ഒരിടപാടിലാണ് അവിടെ എന്ത് ചെയ്യണത്? ആ കച്ചവടം മുറിയണത്, ആ സദസ്സിൽ തന്നെ മുറിയണത്. മനസ്സിലായി? എന്നാൽ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലുള്ള കച്ചവടം ഈ ഹദീസ് പ്രകാരം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആധുനികതയിൽ ഷെയ്ഖ് അൽബാനിയൊക്കെ ആ വിഷയത്തിൽ ശക്തമാണ്. അൽബാനി ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലുള്ള കച്ചവടം ബിദഅത്താണ്, ഈ കൊള്ളക്കൊടുപ്പ്, ഈ ക്രയവിക്രയ മേഖലയിൽ എന്നുള്ള വീക്ഷണക്കാരനാണ്. പക്ഷേ ശരി, ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലുള്ള കച്ചവടം ഉണ്ടല്ലോ, അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലുണ്ടല്ലോ കച്ചവടം, അത് പിന്നെന്ത് ചെയ്യണം? അവിടെ തീർപ്പാക്കണം. മനസ്സിലായി? ഗഡുക്കളായിട്ട് എത്ര, രൊക്കമായിട്ട് എത്ര, രൊക്കമാണെങ്കിൽ ഇത്ര, ഗഡുക്കളായിട്ടാണ് ഇത്ര എന്നുള്ളത് എന്താകണം? തീർപ്പാക്കണം. അതൊന്ന്. 2 ഗഡു തെറ്റിയാൽ ഏറെ കാശ് വാങ്ങാൻ പാടുള്ളതല്ല, അത് പലിശയാണ്. ഗഡു തെറ്റിയാൽ മനസ്സിലായില്ലേ? പിന്നെ ഈ നിശ്ചയിച്ചൊരു അവധി ഉണ്ടല്ലോ, ഗഡു അടച്ചു തീർക്കണ അവധി, ആ അവധിക്ക് ഇപ്പുറം ഒരാൾ വീട്ടിയാലും അപ്പുറം അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരേ തുക തന്നെയായിരിക്കും. മനസ്സിലായി? ഒരേ തുകയായിരിക്കും എന്നുള്ളതാണ്. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം. ഗഡു തെറ്റിയിട്ടുണ്ടെങ്കിൽ ഏറെ കാശ് ഈടാക്കുന്ന ഒരു രീതിയുണ്ട്, അത് പാടുള്ളതല്ല, അത് പലിശയാണ്. അങ്ങനെ ഒരു കച്ചവടത്തിൽ അതിന് ഇത് ഇപ്പോൾ ഒരു കച്ചവടത്തിൽ 2 ഇടപാടാണ് വരുന്നത്. ഇപ്പോൾ ഒരു സാധനം, ഇപ്പോൾ ഒരു സാധനം ഇതിന് വിൽക്കുമ്പോൾ പറയാണ്, ഇത് നിങ്ങൾ ഇപ്പോൾ കാശ് തരികയാണെങ്കിൽ 100, അതല്ല ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ 200. മനസ്സിലായി? അപ്പോൾ ഒരു കച്ചവടം നടക്കുകയാണ്, അതിലെന്തുണ്ട് വന്ന്? 2 ഇടപാട് വന്ന്, ഒന്നുകിൽ 100 അല്ലെങ്കിൽ 200. അവരുദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ ഇത് അവിടെ വെച്ചിട്ട് മുറിയാണെങ്കിൽ, തീരുമാനമായിട്ട് രണ്ടാൾ ഒന്നിൽ ഉറച്ചിട്ട് മുറിയാണെങ്കിൽ എന്തുണ്ട്? ഒരിടപാടേ വരണുള്ളൂ. അതില്ല, അത് മുറിയാതെ തുടരുകയാണെങ്കിലോ, ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് റൊക്ക ഇപ്പോൾ തരികയാണെങ്കിൽ 100 റുപ്യ, ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ 200 റുപ്യ എന്ന് പറഞ്ഞ് അങ്ങനെ ഉറച്ച് അയാൾക്ക് ആ അവസ്ഥയിൽ അയാളെ വിട്ട്. മനസ്സിലായി? അയാൾ ചിലപ്പോൾ അയാൾ ഇപ്പോൾ തരും, അല്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ ഉറക്കണില്ല. രണ്ടാലൊന്ന് അയാൾക്ക് സ്വീകരിക്കാനുള്ള ചോയ്സ് ഉണ്ട്, ഉറക്കണില്ല അവിടെ. അപ്പോൾ എന്തായി? ഒരു കച്ചവടത്തിൽ 2 ഇടപാടായി, ആ ഇടപാടാണ് നിലവിലുള്ളത്. മനസ്സിലായി? അപ്പോൾ റസൂലുള്ള പറയാണ്, അങ്ങനെയാണെങ്കിൽ കുറവുള്ളത് 100 എടുത്തിട്ട് കച്ചവടം മുറിക്കുകയാണ് വേണ്ടത്. ഏറെയാണ് എടുക്കുന്നത് എങ്കിൽ, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് 200 കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്? പലിശയാണ്. പിന്നെ അതിന് കുറേ ഇപ്പോൾ ഉദാഹരണമുണ്ട്. ഇപ്പോൾ ഒരാൾ പറയാണ്, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങാം, നിങ്ങൾക്ക് വീട് വാടകയ്ക്ക് വേണമെങ്കിൽ എൻ്റെ വീട് നിങ്ങൾ വാടകയ്ക്ക് എടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾ പിന്നെ എന്തെങ്കിലും സാധനം കൊള്ളണമെങ്കിൽ എൻ്റെ കടയിൽ നിന്ന് കൊള്ളണം.
അതൊക്കെ അതിൽ പെട്ടതാണ്. ഒരു കച്ചവടത്തിൽ 2 ഇടപാടാണ്. അതിന് ഉദാഹരണമാണ്. അതായത് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ആരുടെ നിന്നാണ് സാധനം വാങ്ങണം അയാളോട് പറയാം ഞങ്ങളിരുന്ന് സാധനം വാങ്ങാം, പക്ഷേ നിങ്ങളെന്ത് ചെയ്യണം എൻ്റെ കടയിൽ നിന്നും വാങ്ങണം. പിന്നെ നിങ്ങൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമ്മളത് എടുക്കണം. അതെന്താണ്? ഒരു കച്ചവടത്തിൽ 2 ഇടപാടാണ് ഇല്ലേ? അതൊക്കെ ഇതിന് ഉദാഹരണമാണ്. അത് ഇനി ഇതിലും വരും. ഈ ഹദീസ്, അടുത്ത ഹദീസ് ഇത് അംർ ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി അല്ലേ. വഅൻ അംർ ബിൻ ശുഐബ് അൻ അബീഹി വഅൻ ജദ്ദിഹി ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഹില്ലു സലഫുൻ വബൈഅ വലാ ശർത്താനി ഫി ബൈഅ വലാ റിബ്ഹു മാ ലം യുദ്മൻ വലാ ബൈഉ മാ ലൈസ ഇൻദക് വലാ ബൈഉ മാ ലൈസ ഇൻദക്. അതിൻ്റെ റാവിമാർ വായിച്ചാണ് റവാഹുൽ ഖംസ വസഹഹഹു തുർമുദി വഇബ്നു ഖുസൈമ വൽ ഹാകിം വഅഖ്റജഹു ഫി ഉലൂമിൽ ഹദീസ് അൻ അബി ഹനീഫത അൻ അംറിൻ മിൻ റിവായത്തി അബി ഹനീഫ അൻ അംറിനിൽ മദ്കൂർ ബിലഫ്ളി നഹ അൻ ബൈഇൻ വശർത്തിൻ. من هذا الوجه أخرجه الترمذي الطبراني في الأوسط وهو غريب طيب. അംർ ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി. അംർ ബിൻ ശുഐബ് തൻ്റെ പ്രപിതാവിൽ നിവേദനം ചെയ്യുന്ന ഹദീസ്. നമ്മൾ ആ സനദിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ടാണ് ഹദീസ് ഉള്ളത്. എന്താണ്? ലാ യഹില്ലു സലഫുൻ വബൈഅ. ലാ യഹില്ലു അനുവദനീയമല്ല. സലഫുൻ വബൈഅ. സലഫുൻ വബൈഅ. സലഫ് പറഞ്ഞാൽ കടം കൊടുക്കുക, ബൈ പറഞ്ഞാലോ കച്ചവടം. ബൈ പറഞ്ഞാൽ കച്ചവടം, സലഫ് എന്ന് പറഞ്ഞാൽ കടം. കടവും കച്ചവടവും അനുവദനീയമല്ല എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ ഉദ്ദേശം ഒരാളോട് ഞാൻ നിങ്ങൾക്ക് കടം തരാം, നിങ്ങളെന്ത് ചെയ്യണം? എൻ്റെ അടുത്ത് നിന്ന് സാധനം വാങ്ങണം. അതാണ്. നിങ്ങളെൻ്റെ സാധനം കൊള്ളണം, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കടം തരാം. കസ്റ്റമറെ പിടിക്കാനുള്ളൊരു രീതിയാണ്. ഞാൻ നിങ്ങൾക്ക് കടം തരാം, നിങ്ങളെന്ത് ചെയ്യണം? എൻ്റെ സാധനം കൊള്ളണം എന്ന് പറയാം. അതൊരു തരം ഷർത്താണ് കച്ചവടത്തിൽ. കച്ചവടത്തിൻ്റെ മസ്ലഹത്തിനുള്ള ഷർത്തല്ല അത്. ഇനിയോ അത് പിന്നെ കച്ചവടത്തെ ബാത്തിലാക്കണ ഷർത്ത്, അത് പാടുള്ളതല്ല. അതായത് ലാ യഹില്ലു സലഫുൻ വബൈ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സാധനം തരാം, അല്ലെങ്കിൽ നിങ്ങളെൻ്റെ സാധനം കൊള്ളണം, ഞാൻ നിങ്ങൾക്ക് കടം തരാം. കടം തരാമെന്നുണ്ടെങ്കിൽ എന്തേ? ഈ സാധനം കടം തരാമെന്നല്ല, പൈസ കടം തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് വീട്ടിൽ തരാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വാടകയ്ക്ക് വീട് തരാം, പക്ഷേ നിങ്ങളെന്ത് ചെയ്യണം? എൻ്റെ അടുത്ത് സാധനം വാങ്ങിക്കണം. അതാണ്, ആ രീതിയാണ്. അത് പാടുള്ളതല്ല. വലാ ഷർത്താനി ഫി ബൈഇൻ. ഒരു കച്ചവടത്തിൽ 2 ഷർത്തും പാടുള്ളതല്ല. എന്താ? ഒരു കച്ചവടത്തിൽ 2 ഷർത്തും പാടുള്ളതല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈഉൽ ഐനയാണ്. ബൈഉൽ ഐന എന്ന് പറഞ്ഞാൽ എന്താ? ബൈഉൽ ഐന എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂറത്ത്, രൂപം അത് ശരിക്ക് പലിശക്കുള്ളൊരു വളഞ്ഞ വഴിയാണ്, കുതന്ത്രമാണ്. ശരി. അതിനെ തൊട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ബൈഉൽ ഐനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സൂറത്ത് ഇപ്പം എൻ്റെ അടുത്തൊരു സാധനമുണ്ട്, ഞാനത് എൻ്റെ അടുത്ത് പറയേണ്ട, കാരണം പലിശക്ക് കുതന്ത്രമായതുകൊണ്ട് നമ്മളിലേക്ക് ചേർക്കണ്ട. അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെ ഒരാളടുത്തൊരു സാധനം അത് അയാൾ എന്ത് ചെയ്യാണ്? കൂടുതൽ വിലക്ക് വേറൊരാൾക്ക് വിൽക്കുകയാണ് കടായിട്ട്. ഇയാളടുത്തൊരു സാധനം, അയാളടുത്ത് കാശുമുണ്ട്, സാധനമുണ്ട്, പക്ഷേ അത് എന്ത് ചെയ്യുക? മറ്റൊരാൾക്ക് വിൽക്കുക. അപ്പോൾ 1000 റിയാലിന് ഒരു സാധനം വിൽക്കുക കടായിട്ട്. അപ്പോൾ ആ വാങ്ങിയ ആളെന്തായി? ഇയാൾക്ക് 1000 റിയാൽ കടക്കാരനായി. മനസ്സിലായില്ലേ? അങ്ങനെ കച്ചവടം ഉറപ്പിച്ച് കച്ചവടം നടന്ന്. എന്നിട്ട് അയാളിൽ നിന്ന് ഈ വിറ്റ ആൾ എന്ത് ചെയ്യുക? 800 റിയാലിന് ആ സാധനം റൊക്കം വാങ്ങുക. അതായത് 800 റുപ്യ കൊടുക്കണ്, എന്നിട്ട് എന്ത് ചെയ്യണം? ആ സാധനം അയാൾ തിരിച്ചു വാങ്ങണം. ഇതൊരു ഇത്തിഫാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എന്താ ഇപ്പോൾ 200 റിയാൽ അയാളെ മേൽ ബാധ്യതയായി എനിക്ക്. അയാൾക്ക് 800 റുപ്യ വേണം, അയാൾക്ക് 800 റിയാൽ വേണം.
അപ്പോൾ ആ 800 റിയാൽ പലിശയായിട്ട് കൊടുക്കാനുള്ളൊരു വളഞ്ഞ വഴി. 800 ഞാൻ എനിക്ക് തരാം, എനിക്ക് പിന്നെ 1000 തന്നാൽ മതി എന്ന് പറയുന്ന പോലെയാണിത്. പക്ഷേ അപ്പോൾ നേരിട്ട് എന്തായി പലിശ ആയല്ലോ. അപ്പോൾ അത് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വളഞ്ഞ വഴിയെ എന്ത് ചെയ്യാൻ, ഒരു സാധനം അത് 1000 റുപ്യക്ക് കടമായിട്ട് കൊടുക്കുക. അപ്പോൾ അയാൾ സാധനം വാങ്ങിച്ചു, 1000 ഇയാൾക്ക് കൊടുക്കാൻ എന്തായി, അയാൾ ബാധ്യസ്ഥനായി. അയാളുടെ ദിമ്മത്തിൽ 1000 റിയാൽ കടക്കാരനായി ഇയാളോട്. ഇയാൾ എന്ത് ചെയ്യണം, എന്നിട്ട് 800 കൊടുക്കുക, റൊക്കം കൊടുക്കുക. ഇയാളടുത്ത് പൈസ ഉണ്ടല്ലോ, കൊടുത്തിട്ട് എന്ത് ചെയ്യുക, റൊക്കം കൊടുത്തിട്ട് അത് സാധനം വാങ്ങുക. അപ്പോൾ എന്താ, അയാൾക്ക് 800 റുപ്യ അയാൾക്കായി. പിന്നെ ഇയാൾക്കോ 200, ഇയാൾക്ക് 200, പിന്നെ അയാൾ ബാധ്യസ്ഥനുമായി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 2 ഷർത്ത് വരുന്നുണ്ട്. എന്താ ഷർത്ത്? 2 ഷർത്ത്. പിന്നെ 1000-ന് ഇത് വാങ്ങണം, പിന്നെ കടമായിട്ട്, പിന്നെ 800-ന് ഞാൻ തിരിച്ചു വാങ്ങും എന്നൊക്കെയുള്ള ഷർത്തുകൾ വരുന്നുണ്ട്. ഈ രീതിയിൽ 2 ഷർത്ത് വെച്ചിട്ടുള്ളതായ കച്ചവടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. ആ സമ്പാദ്യം ഹലാലല്ല. അവിടെ ഉദ്ദേശിക്കുന്നത് ബൈഉൽ ഈനയാണ്, ഈനത്ത് കച്ചവടം. ഇത് സൂറത്ത് മനസ്സിലായ? ഇത് പലിശ കൊള്ളാനുള്ള ഒരു വളഞ്ഞ വഴിയായിരുന്നു. ഇതൊക്കെ ജാഹിലിയത്തിലുള്ളതാണ്. ജാഹിലിയത്തിൽ നിലവിലുണ്ടായിരുന്ന കച്ചവടമാണ് ഇതൊക്കെ, വ്യാപകമായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ഇത്തരം ഇടപാടുകൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ശത്രുവിൻ്റെ മേൽക്കോയ്മ നിങ്ങൾക്ക് നേരെ ഉണ്ടാക്കുമെന്നുള്ള മുന്നറിയിപ്പൊക്കെ വന്നത് ആ വിഷയത്തിലാണ്. ഇതേപോലെ ഇനിയിപ്പോൾ നമുക്ക് കുറേ കച്ചവടങ്ങൾ വരുന്നുണ്ട് ഇവിടെ ഉണ്ടല്ലേ. അല്ലാതെ കച്ചവടമല്ല. അതായത് ഈ നിബന്ധന, ഞാൻ 1000 നിങ്ങൾക്ക് ഇത് ഞാൻ കടമായിട്ട് നിങ്ങൾക്ക് വിൽക്കും, എന്നിട്ട് പിന്നെ ഞാൻ ഉറക്കമായിട്ട് 800 നിങ്ങൾക്ക് തന്നിട്ട് ഞാനത് തിരിച്ചു വാങ്ങും. ആ രീതിയിൽ ഇത്തിഫാക്ക്, അതാണ് ഷർത്ത്. അതാണ് ഇവിടെ വലാ ഷർത്താനി ഫി ബൈഇൻ, ഒരു ഇടപാടിൽ 2 ഷർത്ത് പാടുള്ളതല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഈനത്ത് കച്ചവടമാണ്, ബൈഉൽ ഈന. പണ്ട് പലിശ എന്ന് പറയല്ല, ആയിഷ ലാഭം എന്ന് പറയാറില്ലേ. പലിശ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഒരു കളിയാണ്. പിന്നെ ഈ ഒരു പെണ്ണ് ഉണ്ടായിരുന്നില്ല, ഒരു ഗ്രഹനാഥന് പണി പലിശക്ക് കൊടുക്കലാണ്. അപ്പോൾ ആര് വന്നിട്ടുണ്ടെങ്കിലും, പരിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ വിചാരം പിന്നെ ഇടപാടുകാരൻ വന്നതെന്നുള്ളതാണ്. അപ്പം ഇയാളെ ഓർമ്മിപ്പിക്കുന്നതാണ്, അയാളെ പലിശ കിട്ടിയാ ചോദിച്ചു നോക്കി. അപ്പോൾ ഇയാളിത് കേട്ടിട്ട് പറഞ്ഞതാണ് അവളോട്, പലിശ എന്ന് പറയല്ല ആയിഷ, ലാഭം എന്ന് പറയുന്നു. പിന്നെ അതാണ് വലാ ഷർത്താനി ഫി ബൈഇൻ വലാ റിബ്ഹു മാലം യുദ്മൻ. വലാ റിബ്ഹു മാലം യുദ്മൻ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഏൽക്കപ്പെടാത്ത സാധനം വിറ്റിട്ട് കിട്ടുന്ന ലാഭം, അത് അനുവദനീയമല്ല. ലാ യഹില്ലു സലഫുൻ വബൈ വലാ ഷർത്താനി ഫി ബൈ, ഇടപാടിൽ 2 ഷർത്തും അനുവദനീയമല്ല. വലാ റിബ്ഹു മാലം യുദ്മൻ, ഉത്തരവാദിത്തം ഏൽക്കപ്പെടാത്ത വസ്തു വിറ്റിട്ടുള്ള ലാഭം. എന്താ അതിൻ്റെ ഉദാഹരണം? ഒരാളുടെ ഉത്തരവാദിത്തത്തിലല്ലാത്തൊരു സാധനം ഒരാൾ വിറ്റിട്ടുണ്ട് എങ്കിൽ, മനസ്സിലല്ലേ, കച്ചവടം നടന്ന്, പക്ഷേ ആ വാങ്ങിയ സാധനത്തിൻ്റെ ഉത്തരവാദിത്തം ആയിരിക്കാം അതറിയില്ല. ഇത് വിറ്റോനാണോ അതല്ല വേറെ ഒരാൾക്കാണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതാണ് ഉത്തരവാദിത്തം വിമാൻ ഏൽക്കപ്പെടാത്തൊരു വസ്തു വിറ്റ് കിട്ടുന്ന ലാഭം, അത് ലാ യഹിൽ, അനുവദനീയമല്ല. വലാ ബൈഉ മാ ലൈസ ഇൻദക്, വലാ ബൈഉ മാ ലൈസ ഇൻദക്, നിൻ്റെ അടുക്കൽ ഇല്ലാത്ത സംഗതി വിൽക്കാനും പാടുള്ളതല്ല. വലാ ബൈഉ മാ ലൈസ ഇൻദക്, നിൻ്റെ അടുക്കൽ ഇല്ലാത്ത സംഗതി അത് വിൽക്കലും ലാ യഹിൽ, അനുവദനീയമല്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദാഹരണം എന്താ? നിൻ്റെ അടുക്കലില്ലാത്ത സംഗതി വിൽക്കുക. നമ്മളിപ്പോൾ കുളത്തേക്ക് ചൂണ്ടിയിട്ട് പറയുകയാണെങ്കിൽ കുളത്തിലെ മീനൊക്കെ ഞങ്ങൾക്ക് വിറ്റീന്ന് പറഞ്ഞാൽ, അതേപോലെ തന്നെ അന്തരീക്ഷത്തിൽ പറക്കണ ഒരു പക്ഷീനെ നോക്കിയിട്ട് ആ പക്ഷീനെ ഞങ്ങൾക്ക് വിറ്റീന്ന് പറഞ്ഞാൽ, അതൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പണ്ട് പറയപ്പെടുന്നതാണ്. ഏതായാലും നമ്മുടെ കയ്യിൽ നമ്മൾ മിൽക്കാക്കാത്ത, നമ്മൾ ഉടമപ്പെടുത്താത്ത, ഇവിടെ പറഞ്ഞില്ലേ ഹത്താ യക്താലഹു എന്ന് പറഞ്ഞില്ലേ, ഉടമപ്പെടുത്താത്ത സംഗതി വിൽക്കാൻ പാടുള്ളതല്ല. അതാണ് ലാ യഹില്ലു സലഫുൻ വബൈ വലാ ഷർത്താനി ഫി ബൈ വലാ റിബ്ഹു മാ ലം യുദ്മൻ വലാ ബൈഉ മാ ലൈസ ഇൻദക്. അത് റവാഹു അൽ ഖംസ, റവാഹുൽ ഖംസ. ഉത്തരവാദിത്വം ഏൽക്കപ്പെടാത്ത വസ്തുവിൻ്റെ ലാഭം അനുവദനീയമല്ല. ഒരാളെന്ത് ചെയ്തു, ഒരാളുടെ ഉത്തരവാദിത്വത്തിൽ ഉടമസ്ഥതയില്ലാത്തൊരു സംഗതി എന്ത് ചെയ്തു, ഒരാൾ വിറ്റ് കച്ചവടം നടന്നെന്ന് വരും, ലാഭം കിട്ടിയെന്ന് വരും. പക്ഷേ ആ ലാഭം എന്തല്ല, അനുവദനീയമല്ല. കാരണം എന്താ, ഒരു സംഗതി ഞാൻ വിറ്റിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏൽക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ പിന്നെ അതിനെന്തെങ്കിലും കേട് വന്നു, അല്ലെങ്കിൽ പറഞ്ഞ വ്യവസ്ഥക്ക് തെറ്റാണ്, അല്ലെങ്കിൽ പിന്നെ ഒറിജിനൽ ആണ് വിറ്റതാണ് ഡ്യൂപ്ലിയായി തെളിഞ്ഞു, മനസ്സിലായി? അപ്പോൾ ആർക്കാ ഉത്തരവാദിത്വം?
വിറ്റോന് ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ ആ രീതിയിൽ ഉത്തരവാദിത്തം ഏൽക്കപ്പെടാത്ത രീതിയിലുള്ള ഇതുണ്ടല്ലോ, ഇത് സംഗതി വിറ്റിട്ട് കിട്ടുന്ന ലാഭം അത് അനുവദനീയമല്ല. ഇയാൾ വക്കീലല്ലേ, ഏജൻസി ആണെങ്കിലും ഏജൻസിക്ക് എന്ത് ചെയ്യാം, തൻ്റെ വക്കീലിനെ ഏൽപ്പിക്കാം. വക്കീൽ ഉത്തരവാദിത്തം ഏൽക്കുന്നതാണ്. എന്നാലും ആ നിലക്ക് ഉത്തരവാദിത്തം ഏൽക്കണില്ലേ വക്കീൽ? അതായത് ഈ സാധനത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കുന്നുണ്ടല്ലോ. ഒന്നുകിൽ ഇയാൾ അല്ലെങ്കിൽ ഇയാളെ ഏൽപ്പിച്ച കമ്പനി ഉണ്ടല്ലോ, ഉത്തരവാദിത്തം ഏൽക്കപ്പെടുന്നില്ല എന്നൊരവസ്ഥ അവിടെ വരുന്നില്ലല്ലോ. സാധനം കൊണ്ടവൻ ഒരിക്കലും എന്ത് ചെയ്യണില്ല, ഇതിൻ്റെ പേര് നഷ്ടക്കാരനാണില്ല അല്ലേ. അയാൾക്ക് ചെന്ന് ചോദിക്കാൻ ഒരിടമുണ്ട്. ഒന്നുകിൽ ഒറിജിനൽ കമ്പനി അല്ലെങ്കിൽ അയാളുടെ വക്കീൽ. അമാനത്ത് വിൽക്കാൻ പാടില്ല. അമാനത്ത് വിറ്റിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാ. അല്ല, അതിന് അവരെ ഏൽപ്പിക്കണം. ഇത് അമാനത്താണ്, പക്ഷേ ഈ അമാനത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതിൽ കൈകാര്യം ഇന്ന കൈകാര്യത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ തഫ്വീൽ ഉണ്ടെങ്കിൽ മുഷ്കില. അപ്പോൾ അതിന് അമാനത്തൊന്നും പറയില്ല ശരിക്കും. അതിന് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടണം, അല്ലെങ്കിൽ അമാനത്ത് തൊടാൻ പാടില്ല. അമാനത്തും സർഫും ഉണ്ട്. അമാനത്ത് തൊടാൻ പാടില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. സർഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏൽപ്പിക്കപ്പെട്ടതിൽ കൈകാര്യാർത്ഥം ചെയ്യാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അതിന് അമാനത്തുന്നില്ല, അതിന് സർഫ് എന്നാ പറയാം. തയ്യബ് ഹദീസിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ റവാഉൽ ഖംസ, പിന്നെന്താ സഹീഹ് തുർമുദി വഇബ്നു ഖുസൈമ വൽ ഹാക്കിം അല്ലേ. അഖ്റജഹു ഫി ഉലൂമുൽ ഹദീസ്. ഹാക്കിമിൻ്റെ ഉലൂമുൽ ഹദീസിൽ ഈ ഹദീസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാക്കിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹാക്കിം റിപ്പോർട്ട് ചെയ്ത തരീഖ് ആരിൽ നിന്നാണ്? മിൻ റിവായത്തി അബി ഹനീഫ അൻ അംർ അനിൽ മദ്കൂർ. അംർ ബിൻ ശുഐബിൽ നിന്ന് ഇമാം അബു ഹനീഫൻ്റെ റിപ്പോർട്ടാണത്. ബിലഫ്ദി നഹ അൻ ബൈഇൻ വ ഷർത്തിൻ. നഹ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. അൻ ബൈഇൻ വ ഷർത്തിൻ, കച്ചവടവും ഷർത്തും വിരോധിച്ചു. കച്ചവടത്തിൽ ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കച്ചവടത്തിന് കച്ചവടത്തിൻ്റെ അഭിവൃദ്ധിക്ക് പറ്റിയ ഷർത്തല്ല, കച്ചവടത്തിന് ബാധിക്കാത്ത രീതിയിലുള്ള ഷർത്ത്. അതിൽ പെട്ടതാണെന്ത്? ഞാൻ നിങ്ങളുടെ അടുത്ത് സാധനം കൊള്ളാം, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ അടുത്തും സാധനം വാങ്ങണം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് സാധനം കൊള്ളാം, പക്ഷേ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരണം എന്ന രീതിയിലുള്ള ഷർത്താണ് ഇവിടെ ഉദ്ദേശം. പക്ഷേ ഈ ഇതുണ്ടല്ലോ, ഈ ഹാക്കിമിൻ്റെ ഈ ഉലൂമുൽ ഹദീസിലെ ഈ റിപ്പോർട്ട്, അതേപോലെ തന്നെ ഇത് ഇമാം തബറാനി ഔസത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഹു ഗരീബ് എന്ന് പറഞ്ഞില്ലേ, ഗരീബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസ് ഉണ്ടല്ലോ, അബ്ദുല്ലാഹി ബിൻ അയ്യൂബ് എന്ന് പറയുന്ന റാവി അതിലുള്ളതുകൊണ്ട് ഈ ഹദീസിൻ്റെ ഈ ഭാഗം തീർത്തും ദുർബലാണ്. നഹ അൻ ബൈഇൻ വ ഷർത്തിൻ എന്ന് പറയുന്നത് ദുർബലമായ റിപ്പോർട്ടാണ്. അത് ഗരീബ് മാത്രമല്ല, അത് ദഈഫുൻ ജിദ്ദൻ, തീർത്തും ദുർബലാണ്. അത് ഹാക്കിമിൻ്റെ ഉലൂമുൽ ഹദീസിൽ വന്ന റിപ്പോർട്ടാണ് ഇത്, നഹ അൻ ബൈഇൻ വ ഷർത്ത്. അത് ഔസത്തിൽ അൽ മുഅ്ജമുൽ ഔസത്തിൽ ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹദീസ് ഗരീബാണ്, ഇത് ദഈഫുൻ ജിദ്ദൻ. പക്ഷേ ഇത് ഈ ബൈഉൻ വ ഷർത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഇതാണ്. ഇപ്പോൾ നമ്മൾ സാധനം കൊള്ളുമ്പോൾ നമ്മൾ പറയും, സാധനം നിങ്ങൾ എൻ്റെ പെരേക്ക് എത്തിച്ചു തരണം, മനസ്സിലായി, അല്ലെങ്കിൽ സാധനം ഇന്ന മെയ്ഡായിരിക്കണം. അതൊക്കെ എന്താണ്? കച്ചവടത്തിൽ ഷർത്താണ്. അത് കച്ചവടത്തിൻ്റെ മസ്ലഹത്തിന് പറഞ്ഞ ഷർത്താണ്, അത് കുഴപ്പമില്ല. അതേസമയം ഈ രീതിയിലുള്ള ഷർത്തുകൾ വിരോധിക്കപ്പെട്ടതാണ്, ഫാസിദായ ഷർത്താണ്. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് സാധനം വാങ്ങണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് സാധനം വാങ്ങണം എന്നുള്ളൊക്കെ നിബന്ധന, അത് കച്ചവടത്തിൻ്റെ മസ്ലഹത്തിന് പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഷർത്തുകൾ ഫാസിദാണ് കച്ചവടത്തിൽ. തയ്യബ്, അതാ ഹദീസ് കഴിഞ്ഞ്. അടുത്ത ഹദീസ് ഇത് ഇബ്നു ഉമറിൻ്റെ അല്ലേ? അടുത്ത ഹദീസ് ഉർബൂൻ്റെ ഹദീസ്, അദ്ദേഹത്തിന് തന്നെ. വഅൻ അംർ ബിൻ ശുഐബിൻ അൻ അബീഹി അൻ ജദ്ദിഹി നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഉർബാൻ. അൻ ബൈഇൽ ഉർബാൻ, ഉർബാൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഉൽ ഉർബാൻ വിരോധിച്ചു. ബൈഉൽ ഉർബാൻ വിരോധിച്ചു. ഉർബാൻ എന്ന് പറയും, അല്ലെങ്കിൽ ഉർബൂൻ എന്ന് പറയും. എന്താ ഉർബൂൻ കച്ചവടം? നാട്ടിൽ ഉർബൂൻ എന്ന് പറയില്ലേ? ഉർബൂൻ കച്ചവടം പറയില്ല. അതാണ്. അതായത് ഒരു സാധനം വാങ്ങുമ്പോൾ അഡ്വാൻസ് നൽകും, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ സ്ഥല കച്ചവടമൊക്കെ നടത്തുമ്പോൾ എന്ത് ചെയ്യും, ഒരു 500 റുപ്യ കൊടുക്കും, എന്നിട്ട് കച്ചവടം ഉറപ്പിക്കും. കച്ചവടം എന്ത് ചെയ്ത് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ 500 ആ സാധനത്തിൻ്റെ വിലയിൽ ഉൾപ്പെടുത്തും, കച്ചവടം ഭൂമിൻ്റെയൊക്കെ വിലയിൽ ഉൾപ്പെടുത്തും. കച്ചവടം അലസി നടന്നില്ല എങ്കിൽ ഈ 500 എന്ത് ചെയ്യും, തിരിച്ചു തരൂല. അയാൾ എന്ത് ചെയ്യും, അയാൾ വാങ്ങിയവനെടുക്കും. അതാണ് ഉർബൂൻ. അതാണ് ഉർബൂൻ കച്ചവടം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ
ഉർബൂൻ, ഉർബൂൻ കച്ചവടം, ഇനി ഉർബൂൻ എന്നും ഉർബാൻ എന്നൊക്കെ പറയും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. ഹദീസ് അത് റവാഹു മാലിക് അല്ലേ, വഖാല ബലഗനി അൻ അംർ ഇബ്നു ശുഐബ് ബിഹി. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയാണ് അംർ ഇബ്നു ശുഐബിൽ നിന്ന് ഇത് എനിക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. മാലിക്കാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഉർബൂൻ. ഉള്ളത് അബ്ദുല്ലാഹി ബിനു അംർ ബിനു അൽഖമ എന്ന് പറയുന്ന റാവി അതിന് ഈ ഹദീസിൻ്റെ ലഫ്ദിൽ ഒരു റാവിയാണ്. പക്ഷേ എങ്കിലും ഹദീസിനെ പണ്ഡിതന്മാർ ബലപ്പെടുത്തിയിട്ടുണ്ട്. അത് മനസ്സിലായില്ലേ? സൂറത്ത് മനസ്സിലായല്ലോ. ഖലാസ്. അടുത്ത ഹദീസ്. ഇതിപ്പോൾ ഈ ഉർബൂൻ എന്താ മനസ്സിലായില്ലേ? നമ്മൾ അച്ചാരം കൊടുക്കണതാണ്, അച്ചാരം കൊടുക്കണതാണ്. അതിൻ്റെ പൗതിയാ, അച്ചാരത്തിൻ്റെ പൗതിയാ. അപ്പോൾ അത് 500 റുപ്യ അച്ചാരം കൊടുത്തിരുന്നു, കച്ചവടം അലസി. അപ്പം പറയുകയാണ് 200. അത് ഇത് അച്ചാരം കൊടുത്തോൻ പറയാണ് 250 മതി, 250 നിങ്ങൾ എടുത്തോളൂ. അത് വേറെ വിഷയം, അത് അയാളുടെ ഔദാര്യം, മനസ്സിലായില്ലേ? പക്ഷേ ഇത് പിന്നെ ഒരു വ്യവസ്ഥ എന്ന നിലക്ക് അങ്ങനെയാണ് എങ്കിൽ അത് റസൂലുള്ളാഹി വിരോധിച്ചതാണ്. ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അയാളുടേത്. പക്ഷേ ആ രീതിയിലുള്ള കച്ചവടം എന്താണ്? അത് വിരോധിക്കപ്പെട്ട ഏർപ്പാടാണ്. അത് തിരിച്ചു തരാതിരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അതും പിന്നെ ഫുഖാക്കൾക്കിടയിലൊരു വിഷയം ഉണ്ടായതിൽ ഒരു അവധി, നിർണിത അവധി വെച്ചിട്ട് അതായത് കാലതാമസം കൊടുത്ത് ഈ അർബൂന് വാങ്ങിയ ആളുണ്ടല്ലോ, അച്ചാരം വാങ്ങിയോ, ഓൻ പറയാണ് 6 മാസത്തിനുള്ളിൽ നിങ്ങൾ കാശുണ്ടാക്കി കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവധി വെച്ചിട്ട് എന്ത് ചെയ്ത് പിന്നെ കച്ചവടമാക്കി. 6 മാസം കഴിഞ്ഞിട്ടും ഇവർ കാശ് കൊടുത്തിട്ട് കച്ചവടം നടത്താതെ അലസിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ ഉർബൂൻ അയാൾക്ക് എടുക്കാൻ അവകാശമുണ്ട് എന്ന് പല ഫുഖാക്കളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു നിർണിത അവധി കാലതാമസം കൊടുത്ത് ഇവർക്ക് വ്യക്തികൾക്ക്. പക്ഷേ എന്നിട്ട് ആ അവധിയിലും അവർ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഉർബൂൻ അയാൾക്ക് എടുക്കാം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സൂക്ഷ്മത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച ഏർപ്പാടാണിത്, ഈ ബൈഉൽ ഉർബൂൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് അങ്ങനെ ഒരു ഫത്വ വന്നിട്ടുണ്ട് ഉർബൂൻ്റെ വിഷയത്തിൽ. ഇനി അടുത്ത ഹദീസ് وعن ابن عمر رضي الله تعالى عنه قال ابتعت زيتا في السوق فلما استوجبته لقيني رجل فأعطاني به ربحا حسنا فأردت أن أضرب بيد الرجل فأخذ رجل من خلفي بذراعي فالتفت فإذا هو زيد بن ثابت فقال لا تبيعه حيث ابتعته حتى تحوزه إلى رحلك فإن رسول الله صلى الله عليه وسلم نهى أن تباع السلع حتى تبتاع نهى أن تباع السلع حيث تبتاع حتى يحوزها. هذا ശരിയാണ്. حتى يحوزها التجار إلى رحالهم. അതിൻ്റെ റാവിമാരാരാ? വൽ ഹാക്കിം, അഹ്മദും അബൂദാവൂദ് അല്ലേ. തയ്യിബ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് ഇബ്തഅതു സൈതൻ, ഇബ്തഅതു ഞാൻ വാങ്ങി, സൈത്ത് എന്ന് പറഞ്ഞാൽ ഓയിൽ, ജൈത്തൂൻ അതാണ് ഉദ്ദേശം. ജൈത്തൂൻ ഞാൻ വാങ്ങി ഫിസൂഖ് മാർക്കറ്റിൽ. ഫലമ്മസ്തൗജബ്തുഹു പറഞ്ഞാൽ ഞാനത് പൂർണ്ണമായിട്ട് വാങ്ങി ഉടമപ്പെടുത്തിയതാണ്. ഫലമ്മ ഇസ്തഹഖഖ്തുഹു ഞാനത് ഉടമപ്പെടുത്തി. അപ്പോൾ ലഖിയനി റജുലുൻ എന്നെ ഒരു വ്യക്തി മീറ്റ് ചെയ്തു, കണ്ടുമുട്ടി. ഫഅഅതാനി ബിഹി ആ വ്യക്തി എനിക്ക് അതിൽ നൽകി റിബ്ഹൻ ഹസന നല്ല ലാഭം. ഒരു എണ്ണ ഇബ്നു ഉമർ വാങ്ങി കൊടുത്ത് ഇബ്നു ഉമർ ഇതിലേക്ക് പറ്റിയില്ല, അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. വാങ്ങി ശരിയാണ്, അദ്ദേഹം ഇയാളോട് കച്ചവടം മുറിഞ്ഞു, പക്ഷേ അത് അവിടെ വാങ്ങിയോട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി വന്ന്, അതാണ് ലഖിയനി റജുൽ, ഒരു വ്യക്തി എന്നെ കണ്ടുമുട്ടി. ഫഅഅതാനി ബിഹി ആ എണ്ണക്ക് അയാൾ എനിക്ക് നൽകി റിബ്ഹൻ ഹസന നല്ല ലാഭം നൽകി. ഫഅറത്തു അപ്പോൾ ഇബ്നു ഉമർ പറയാണ് ഞാൻ ഉദ്ദേശിച്ചു അൻ അദ്രിബ ബിയദി റജുൽ ആ വ്യക്തിയുടെ കയ്യിൽ അടിക്കാൻ. ഇങ്ങനെ കയ്യിൽ അടിക്കണത് ഈ ലാഭം പറഞ്ഞു വന്ന വ്യക്തി ഉണ്ടല്ലോ, അയാളുടെ കയ്യിൽ അടിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ കച്ചവടം അയാളായിട്ട് ഈ ലാഭത്തിന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചു. ഫഅഖദ റജുലുൻ മിൻ ഖൽഫി അപ്പോൾ എൻ്റെ പിന്നിൽ നിന്നൊരു വ്യക്തി പിടിച്ചു ദിറായ എൻ്റെ ഈ ദിറാ
അതായത് ഇബ്നു ഉമർ ഇങ്ങനെ അയാളോട് കച്ചവടം പറയാൻ ഇങ്ങനെ ഉറപ്പിക്കുമ്പോൾ വേറെ വ്യക്തി വന്നിട്ട് ബാക്കിൽ പിടിച്ചു ഇങ്ങനെ കയ്യിൽ ബാക്കിൽ നിന്ന് വന്നിട്ട് പിടിച്ചു. ഫൽത്തഫത്തു, അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. ഇബ്നു ഉമർ പറയാൻ ഞാൻ തിരിഞ്ഞു നോക്കി. ഫൈദ ഹുവ സെയ്ദ് ബിൻ സാബിത്ത്, അപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് പിടിച്ച ആളാരാണ്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഫഖാൽ, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തബിഉഹു, നിങ്ങളത് വിൽക്കരുത്. ഹൈസ് ബുത്തഅതഹു, നിങ്ങൾ വാങ്ങിയെടുത്ത് തന്നെ വേറൊരാൾക്ക് നിങ്ങളത് വിൽക്കരുത്. ഹത്താ തഹൂസഹു ഇലാ റഹ്ലിക്, ഏതുവരെ? ഹത്താ തഹൂസഹു ഇലാ റഹ്ലിക്, നിങ്ങളുടെ റഹലിലേക്ക് നിങ്ങളത് കൊണ്ടുപോകുന്നത് വരെ, ഉടമപ്പെടുത്തിയിട്ട് വെക്കുന്നത് വരെ. റഹൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രാ സാമഗ്രികൾ, നിങ്ങളുടെ സാധന സാമഗ്രികൾ എവിടെയാണ് അവിടേക്ക് ഇത് കൊണ്ട് വെക്കുന്നത് വരെ നിങ്ങളത് വിൽക്കരുത്. ഫഇന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ, വിരോധിച്ചു, അൻ തുബാ അസ്സില, ചരക്കുകൾ വിൽക്കപ്പെടുന്നത്, ഹൈസു തുബ്ത, അത് വാങ്ങുന്നിടത്ത് തന്നെ വിൽക്കുന്നത് റസൂൽ വിരോധിച്ചു. ഏതുവരെ? ഹത്താ യഹൂസഹ തുജാറു ഇലാ റിഹാലിഹിം, കച്ചവടക്കാർ അവരുടെ റിഹാലുകളിലേക്ക് ഈ സാധനം കൊണ്ട് ചേർക്കുന്നത് വരെ. എന്തപ്പോൾ ഈ ഹദീസിൽ പറഞ്ഞത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സാധനം കൊണ്ടു, സെയ്ത്ത് മനസ്സിലല്ലേ, അത് കച്ചവടം മുറിഞ്ഞു, പക്ഷേ സാധനം വാങ്ങിയോട് തന്നെ ഉള്ളത് അല്ലേ, മറ്റേ മഹലിൽ തന്നെയാണ് ഉള്ളത്. കാശ് കൊടുത്താലും ഇല്ലെങ്കിലും ഫലമസ്തൗജബ്തുഹു എന്നാണ്, കച്ചവടം പറഞ്ഞു ഉറച്ചിട്ടുണ്ട്. പക്ഷേ സാധനം എവിടെ ഇരിക്കണത്? മറ്റവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയോട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? വേറൊരാൾ നടന്നു പോയപ്പോൾ അവിടെ എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ നല്ല ലാഭം തരാമെന്ന് ഇബ്നു ഉമറിനോട്. അപ്പോൾ ഇബ്നു ഉമർ കേട്ടപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കൈ അടിക്കാൻ പോയപ്പോഴാണ് സെയ്ദ് ബിൻ സാബിത്ത് വിളിച്ചിട്ട് പറയുന്നത്, ഇങ്ങനെ വിൽക്കരുത്. സാധനം കച്ചവടം ഉറച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അയാളെ തന്നെ പീടിയിലിട്ട് വിൽക്കരുത്. എന്ത് ചെയ്യണം? നമ്മളുടെ റഹലിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഉത്തരവാദിത്വത്തിലേക്ക് എന്ത് ചെയ്യണം? ഉടമസ്ഥതയിലേക്ക് അതിനെ മാറ്റണം. അതാണ് അവിടെ ഉദ്ദേശം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചരക്കുകൾ കൊള്ളുന്നിടത്ത് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ മറ്റൊരാൾക്ക് വിൽക്കാൻ പാടുള്ളതല്ല. കച്ചവടക്കാർ അവരുടെ സാധന സാമഗ്രികളിലേക്ക് എന്ത് ചെയ്യണം? അതിനെ ഉടമപ്പെടുത്തിയിട്ട് നീക്കി വെക്കണം, എന്നിട്ടേ വിൽക്കാവൂ എന്ന് പറഞ്ഞു. അതാണ് ഹദീസ് അറിയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരാളെ ഗോഡൗണിൽ നിന്ന് സാധനം വാങ്ങി, ആ ഗോഡൗണിലേക്ക് മറ്റാളുകളെ വിളിച്ചിട്ട് നമ്മൾ അവിടെ വിറ്റാൽ എങ്ങനെ ഉണ്ടാവും? എന്തായാലും അതായത് ഒരു ആളുടെ സ്ഥലത്ത് വെച്ചിട്ട് കച്ചവടം കൊണ്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇട്ടിട്ട് വേറൊരാൾക്ക് അത് വിൽക്കുന്നത് വിരോധിക്കപ്പെട്ടതാണ്. അതുകൊണ്ടുണ്ടാണ് നോക്കി നിങ്ങൾ, ആ വിറ്റോനുണ്ടല്ലോ, ആ വിറ്റോന് ഇത് മറ്റോന് തൻ്റെ കൺമുമ്പിൽ നിന്ന് ഏറെ വിലക്ക് വിൽക്കണമെന്ന് എന്തുണ്ടാവും? മനസ്സിലായി? പിന്നെ മാത്രമല്ല ഈ ചരക്ക് അത് ഒരു കച്ചവട സ്ഥാപനം, ഇനി ഒരു ഗോഡൗൺ ആണെങ്കിലും അത് അയാളുടേതായിട്ട് അറിയപ്പെട്ടത്, എൻ്റേതായിട്ട് അറിയപ്പെട്ടിട്ടില്ല. അതിലിട്ട് വിൽക്കുമ്പോൾ എന്തായി? ഞാൻ അതിലിട്ട് വിൽക്കുമ്പോൾ അത് വാടക കൊടുക്കണവനില്ലേ, അയാൾക്ക് ആ സ്ഥലത്തിൻ്റെ ചിലവുകളില്ലേ, ഞാനവിടെ ഫ്രീ ആയിട്ട് വിൽക്കുക, എല്ലാവരും വിളിച്ചു അവിടെ തന്നെ വിൽക്കുകയാണ്. അങ്ങനെയാണ് ചില ഈ ഹദീസിൻ്റെ വിളിച്ച പ്രകാരം അത് പാടുള്ളതല്ല. പിന്നെ ഇതുണ്ടല്ലോ മീൻകാരുടെ കാര്യമൊക്കെ ഉണ്ടല്ലോ, അത് ഓല സ്ഥലമല്ല, അത് ഓപ്പൺ സ്ഥലമാണ്, അത് അവരുടെ സ്ഥലമല്ല. അവിടെ അതുമല്ല വിഷയം. അത് അയാൾ അറിഞ്ഞോ ഇല്ലേ എന്നുള്ളതല്ല. ഒരു സ്ഥലം, ഇപ്പോൾ ഒരു കച്ചവട സ്ഥലം ഉണ്ടല്ലേ, ഒരാൾ അതിൻ്റെ ഉടമസ്ഥനാണ്, അയാളുടെ കച്ചവടമാണ്, മനസ്സിലല്ലേ? അത്തരം സ്ഥലങ്ങൾ. അതല്ലാതെ ഇപ്പോൾ തുറന്ന സ്ഥലം അല്ലെങ്കിൽ മരുഭൂമി, അതൊക്കെ പിന്നെ റിയർ കേസുകളായിരിക്കും, മനസ്സിലായില്ലേ? അതൊക്കെ പിന്നെ നമ്മൾ കർമ്മശാസ്ത്രത്തിൽ കുറേ മസലകൾ ഇങ്ങനെ നമുക്ക് അനുമാനിച്ചുണ്ടാക്കാമല്ലോ. പക്ഷേ അതിൻ്റെ പൊതു സ്വഭാവം ഇതാണ്. അതായത് ഒരാളുടെ സാധനങ്ങൾ കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടുവടുത്തിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അത് വിൽക്കാൻ പാടുള്ളതല്ല. ചുരുങ്ങിയ പക്ഷം എന്ത് ചെയ്യണം? അത് ഒരു വ്യക്തി ഉടമപ്പെടുത്തിയിട്ട് തൻ്റെ അടുത്തേക്ക് അതിനെ നീക്കണം എന്നുള്ളതാണ്. ഇവിടെ കച്ചവടക്കാർ പക്ഷെ അതൊന്നും എന്തല്ല, അത് ഇന്നും ഇതുപോലെയല്ല. ഇതിപ്പോൾ കച്ചവട സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്ത് സാധനം കൊള്ളുകയാണ്, എന്നിട്ട് അത് അവിടെ തന്നെ ഇട്ടിട്ട് വേറൊരാൾക്ക് വിൽക്കുന്ന ഒരു ഏർപ്പാടാണ്. മറ്റേതങ്ങനെയല്ല. മറ്റേതൊരു പറമ്പ് ഇങ്ങനെ പാട്ടത്തിനെടുത്ത് അതിലുള്ള സാധനങ്ങളൊക്കെ അയാൾ ഉടമപ്പെടുത്തിയിട്ട് മനസ്സിലെ അയാൾ ഇറക്കിയിട്ട് അയാൾ വിൽക്കണമെന്ന് വെച്ചാൽ അവിടെ അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ വേറെ കച്ചവട സാധനമൊന്നുമില്ല. അത് ഇതുപോലെയല്ല. ഒരാളുടെ പാട്ടത്തിനെടുത്തിട്ടുണ്ടെങ്കിൽ ആ പാട്ടത്തിനെടുത്ത വ്യക്തി ഉണ്ടല്ലോ, അതന്നെ. ഇപ്പോൾ തേങ്ങ പാട്ടത്തിനെടുക്കും, മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ അടക്ക പാട്ടത്തിനെടുക്കും, പാട്ടത്തിനെടുത്തിട്ട് അയാൾ വിൽക്കുകയല്ലേ, വേറൊരാൾക്ക് വിൽക്കുകയല്ലേ? അതന്നെ. അത് അവിടെ മറ്റേ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, അയാൾക്ക് അവിടെ വേറെ കച്ചവടം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇയാൾ മാത്രമേ അവിടെ ഉള്ളൂ സാധനം ഇറക്കാനും ഇയാൾ വിൽക്കാനും ഒക്കെ. ഇത് ഇവിടെ നോക്കി, ഇതിൻ്റെ സൂറത്ത് എന്താണ്?
മാർക്കറ്റിൽ ജെയ്ത്ത് വാങ്ങുകയാണ്, കച്ചവട സ്ഥലമാണല്ലോ. അപ്പോൾ ആ കച്ചവട സ്ഥലത്ത് ഒരാളുടെ ജെയ്ത്ത് വാങ്ങിയിട്ട് അയാൾ തൻ്റെ സ്ഥലത്തേക്ക് അത് കൊണ്ടുവരികയോ അല്ലെങ്കിൽ അയാൾ അത് ഉടമ്പെടുത്തുകയോ ചെയ്യാൻ ആ സാധനം അവിടെ തന്നെ ഉള്ളത്, മനസ്സിലായില്ലേ? ഇടപാടുകാരനും അവിടെ ഉണ്ട്. അപ്പോൾ വേറൊരാൾ വന്നപ്പോൾ അതിന് വില പറഞ്ഞിട്ട് കൂടുതൽ വിലക്ക് ഇയാൾക്ക് അവിടെ നിന്ന് വിൽക്കുകയാണ്. അതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സാധനം കൊണ്ടിട്ടുണ്ട് എങ്കിൽ ആ കൊണ്ട സാധനം ചെയ്യണം, നമ്മൾ നമ്മുടെ മിൽക്കിലേക്ക് അതിനെ നീക്കണം, മാറ്റണം, എന്നിട്ട് നമ്മൾ അവിടെ ഇട്ടിട്ട് വെക്കണം. അയാളുടെ ഈ സാധനം കൊടുത്ത ആളുടെ ആ സ്ഥലത്ത് തന്നെ ഇട്ടിട്ട് അതിനെ വിൽക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. ഇനി ഇതിലൊക്കെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കൊടുത്തവനും കൊണ്ടവനുണ്ടല്ലോ. ഇസ്ലാമിൽ കച്ചവടത്തിൻ്റെ അസൽ എന്താണ്? ഇല്ല അൻ തകൂന തറാദിൻ മിൻകും, പരസ്പരം പ്രീതി വേണം. കൊടുത്തവനും പ്രീതി വേണം, കൊണ്ടവനും പ്രീതി വേണം. ആ രീതിയിലുള്ള ഇടപാടാണ് ഇസ്ലാമിന് അനുവദനീയം. അത് കച്ചവടത്തിൽ കൊള്ളക്കൊടുപ്പിൽ അടിസ്ഥാനമാണ് അന്യോന്യം പ്രീതി ഉണ്ടാകുക എന്നുള്ളത്. മറ്റൊരുത്തൻ്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കി പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്വത്ത് നമുക്ക് അനുവദനീയമല്ല. ലാ യഹില്ലു മാലംരിഇൻ മുഅ്മിനിൻ ഇല്ലാ ബിതീബി നഫ്സിൻ മിൻഹു, മനപ്പൊരുത്തമില്ലാതെ ഒരു മനുഷ്യൻ്റെ സ്വത്ത് നമുക്ക് അനുവദനീയമല്ല. അല്ലേ? അപ്പോൾ അയാളുടെ പൊരുത്തക്കേട് വാങ്ങുന്ന രീതിയിലുള്ളൊരു ഏർപ്പാടാണ് ഈ നടക്കുന്നത്, മനസ്സിലായി? അയാൾ 10 റുപ്യക്ക് വിറ്റ്, പിന്നെ ഇതാ 20 റുപ്യക്ക് അത് വിൽക്കുന്നത്, അത് കൺമുമ്പിൽ വെച്ചിട്ട്. അല്ലേ? അതുകൊണ്ട് എന്താ ഉണ്ടാവുക? മനസ്സിലായി? അതൊക്കെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും പിന്നെ നമ്മളുടെ ഇപ്പോൾ ഈ വർത്തമാന സാഹചര്യത്തിൽ കുറേ ഇടപാടുകൾ അനീതിയിൽ അധിഷ്ഠിതമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ന്യായീകരിക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് എന്തുണ്ട്? അസിലുണ്ട്. ആ അസിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇടപാട് നടത്തേണ്ടത്. കടപ്പുറത്തൊന്നായിട്ട് മീൻ വലിച്ചിട്ട് അത് ഒരു കൂട്ടർ ലേലം വിളിച്ച് അവിടെ നിന്ന് വിൽക്കണ വിഷയമല്ല അത്, മനസ്സിലായി? അതവിടെ ആരുടെയും സ്വത്തൊന്നുമല്ല, സ്ഥലമല്ല, മനസ്സിലായി? ആരും പതിവല്ല. ഇതിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ വ്യക്തിക്ക് പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ അയാളുടെ കൺമുമ്പിൽ വെച്ചിട്ട് അയാളുടെ സ്വത്ത് വാങ്ങിയിട്ട് അത് വേറെ തൻ്റെ സ്ഥലത്തേക്ക് നീക്കുക പോലും ചെയ്യാണ്ട് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് വെക്കുന്ന ആ രീതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചായിട്ട് ഇവിടെ അറിയിക്കുന്നത്. അലാ കുല്ലിൻ നമ്മുടെ ദീനിൻ്റെ സൗന്ദര്യമാണത്, മനസ്സിലായില്ലേ? ഈ ദീൻ എല്ലാ വിഷയങ്ങളിലേക്കും മനുഷ്യന്മാർക്ക് വെളിച്ചം വീശിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.